ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ആരാണുള്ളത്, അവർ നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് തരുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് നിങ്ങളോടൊപ്പമാണോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയോടൊപ്പമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്നിവിടെ നോക്കുന്നത്. അവരുടെ ഒരു ഫീലിങ്സ് കാര്യങ്ങളെല്ലാം നമുക്കിന്ന് അറിയാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്തുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം, ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു വ്യക്തിയായിരിക്കാം, ഒരു ഗോഗെറ്റർ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഫ്രീഡത്തിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് അവരുടെ ലൈഫ്, മൈ റൂൾസ് എന്ന് പറയുന്നത് പോലെ ആ ഒരു തരത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു പേഴ്സൺ. അതുപോലെ തന്നെ സംഭാഷണപ്രിയരെന്നൊക്കെ പറയുന്ന ആ ഒരു ഗണത്തിൽപ്പെടുന്ന വ്യക്തിയായിരിക്കാം. മറ്റുള്ളവരോടൊരു 10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തികൾക്ക് ഇവരോടൊരു താല്പര്യം തോന്നിയേക്കാം, അല്ലെങ്കിൽ അത്രയധികം ആളുകളെ പിടിച്ചിരുത്താനുള്ളൊരു കഴിവുണ്ട്, അല്ലെങ്കിൽ ആളുകളെ തൻ്റെ സ്വാധീനത്തിലേക്ക് ആക്കിയെടുക്കാൻ കഴിവുള്ളൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ഇവരെവിടെയെങ്കിലും നിൽക്കുകയാണ്, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുകയാണ്, കുറച്ച് പേരോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ സംഭാഷണത്തിൽ മറ്റുള്ളവർ വീണു പോയേക്കാം. അതായത് സംസാരിച്ച ആളുകളെ വശത്താക്കി എടുക്കാനായിട്ട് നല്ല രീതിയിൽ കഴിവുള്ളൊരു വ്യക്തിയെ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇവർ ഫ്രീഡത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ ഫ്രീഡം ലവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവരുടെ ലൈഫിനൊക്കെ ഒരുപാട് വാല്യൂ കൊടുക്കുന്ന വ്യക്തി തന്നെയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സണെ നമ്മൾ സ്നേഹിക്കുക അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും എല്ലാ അവസരങ്ങളിലും അവരവരെ തന്നെയായിരിക്കും കൂടുതൽ സ്നേഹിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് തിരിച്ചൊരിഷ്ടമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായെങ്കിൽ പോലും പലപ്പോഴും അവർക്ക് തന്നെ ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് സ്വന്തം ആ ഒരു ഇഷ്ടം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻപിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഇമോഷൻസിനൊന്നും ചിലപ്പോൾ അത്രയധികം വാല്യൂ കൊടുക്കണമെന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ എബ്രോഡ് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു കറൻറ്റ് എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കിപ്പോൾ ഫ്രീഡം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ തീർത്ത് പറയാം. ഒരുപാട് സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം തീരുമാനങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന ഈ ഒരു പേഴ്സണ് ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൂടെ പോകാനായിട്ട് കഴിയുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്നത് മറ്റു വ്യക്തികളോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഒരുപാട് ഡിസ്ഗസ്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഈ ഒരു സമയം നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലൂടെ തന്നെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് പേർക്ക് ഒരു ലെസ് കോണ്ടാക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഭൂരിഭാഗം വ്യക്തികൾക്കും ആ ഒരു നോ കോണ്ടാക്റ്റ് എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങളുടെ പേഴ്സണുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ അത്രമേൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പല കാര്യങ്ങളിലും ഇവർ നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്രയും അധികം ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ സ്വയം പാറിപ്പറന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മേൽ ഒരുപാട് ആ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് കൊണ്ടാവാം അവർ വളരെയധികം ഒരു വെറുപ്പോടുകൂടി അല്ലെങ്കിൽ ഒരു അസഹിഷ്ണുതയോടുകൂടി തന്നെയാണ് ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലിപ്പോൾ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ആദ്യഘട്ടങ്ങളിൽ, അതായത് ചിലപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി നേരത്തെ തന്നെ ഉള്ളൊരു വ്യക്തിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഇൻ ബിറ്റ്വീൻ വന്ന് പെട്ടിട്ടുള്ള ഒരാളായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ഘട്ടം എത്തിയപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ എല്ലാ കോൺസെൻട്രേഷനും അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ ഒരു ഫോക്കസും കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിക്ക് തന്നെയായിരിക്കാം. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യങ്ങളും തരാതിരുന്നിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു റെസ്പോൺസ് പോലും ഇവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവണം എന്നില്ല.
അപ്പം അത്രത്തോളം നിങ്ങൾ ആകെ ഒരു മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഒരവസ്ഥ തന്നെയായിരിക്കാം ചിലപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലരെങ്കിലും ഒരുപക്ഷെ സാഹചര്യം കൊണ്ടായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ചെന്ന് പെട്ടിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയായിട്ട് റിലേറ്റ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ദോഷം വരുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ അർഹിക്കുന്ന ഒരു പരിഗണന ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിന് ഒരു വാല്യൂ തന്നിട്ടില്ല ഒരു ഘട്ടത്തിലെന്ന് തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ആ ഒരു പേഴ്സൺ കറൻ്റ്ലി ഇപ്പോൾ നിങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു ഫുൾ കോൺസെൻട്രേഷനും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തന്നെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് അനുഭവിച്ചിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും നിങ്ങളൊരു ഇമോഷണലി ഡൗൺ ആയിട്ട് പോലും നിങ്ങൾ ഈ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഉപേക്ഷിച്ച് പോകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ മൈൻഡിൽ അത്രത്തോളം ശക്തമായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ പതിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്ത് പോയ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് യാതൊരു അറിവും തന്നിട്ടുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ ഒരക്ഷരം പോലും പറയാതെ ആയിരിക്കാം അവർ കംപ്ലീറ്റ്ലി ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇപ്പോഴും അവർ കംപ്ലീറ്റ്ലി ആ ഒരു തേർഡ് പാർട്ടിയുടെ പിടിയിൽ തന്നെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കൺട്രോളിൽ തന്നെയാണ് ആ ഒരു പേഴ്സൺ ഉള്ളത്. ഒരു പക്ഷേ ഇവരുടെ എല്ലാ കാര്യങ്ങളും ആ ഒരു പേഴ്സൺ നിയന്ത്രിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വ്യക്തികളാവാം. ഇവരിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുമായിട്ടൊരു ബ്ലോക്കിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ യാതൊരു കമ്മ്യൂണിക്കേഷനോ ഇല്ലാത്തൊരു രീതിയിൽ തന്നെ ആയിരിക്കും ഇപ്പോൾ കറൻ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രത്തോളം ഇവർ ഈ ഒരു പേഴ്സണെ ചെക്ക് ചെയ്യുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവരെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവരെന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു പേഴ്സൺ തന്നെയായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങളുടെ തേർഡ് പാർട്ടി ആരാണ്, അവരത്രത്തോളം നിങ്ങളുടെ പേഴ്സണെ നിയന്ത്രിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങളിൽ ചിലർക്കെങ്കിലും നിങ്ങളുടെ ഒരു ഫ്രണ്ട്സ് വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ അറിയാനായിട്ട് സാധിച്ചേക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനയോടുകൂടി അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ടാവാം, എഫോമേഷൻസ് ചെയ്യുന്നുണ്ടാവാം തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ ഇൻവോൾവ് ആണ്. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ പേഴ്സണെ തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ അവർ ആ ഒരു പഴയ സ്നേഹത്തോടു കൂടി നിങ്ങളിലേക്ക് വരണം എന്ന് വിശ്വസിച്ചിരിക്കുന്ന വ്യക്തികളെ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇത്രയും വേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പരിഗണന ഈ ഒരു പേഴ്സൺ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അതൊന്നും കാര്യമാക്കുന്നില്ല. ഒരു പക്ഷേ നിങ്ങളിൽ പലരുടെയും മൈൻഡിൽ ഈ ഒരു പേഴ്സണെ കുറ്റപ്പെടുത്തുന്ന പോലും ഉണ്ടാവില്ല. നിങ്ങളുടെ ഒരു സാഹചര്യം കൊണ്ടാണ് പോയത് എന്നൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് പലർക്കും മനസ്സിലുണ്ടാവുന്ന ആ ഒരു തോന്നൽ. കാരണം അത്രത്തോളം നിങ്ങളിവിടെ ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സണിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അവർ തീർത്തും നിങ്ങളെ തന്നെ ചിന്തിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്രത്തോളം സെക്യൂർ ആയിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം സ്നേഹിച്ചിരുന്നു ഈ ഒരു പേഴ്സണെ. ചിലപ്പോൾ ഇവർക്ക് വേണ്ടുന്ന അഡ്വൈസ് കൊടുത്തിട്ടുണ്ടാവാം, ഫിനാൻഷ്യലി നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. എല്ലാ മേഖലകളിലും ചിലപ്പോൾ ഈ ഒരു പേഴ്സണൊരു സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ഇവരെന്താണ് റിയലി ഈ ഒരു പേഴ്സൺ എന്താണ്, അവരെങ്ങനെയാണ്, അവരെന്താണ് ഇഷ്ടപ്പെടുന്നത്, എന്താണ് ഇവർക്ക് ഇഷ്ടപ്പെടാത്തത്, ഇങ്ങനെയുള്ള അവരെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്കായിരിക്കാം അത്രയും ഡീപ്പായിട്ട് അറിയുന്നത്. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെന്നുണ്ടെങ്കിൽ പോലും മറ്റാർക്കും ഈ ഒരു വ്യക്തിയെക്കുറിച്ച് അറിയാത്ത തരത്തിൽ നിങ്ങൾക്കാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതായത് ആ ഒരു A to Z എന്ന് നമ്മൾ പറയുന്ന രീതിയിൽ അവരെക്കുറിച്ചുള്ള പൂർണ്ണ കാര്യങ്ങളും അറിയുന്ന വ്യക്തി, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. മറ്റുള്ളവരാരും ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള മറ്റുള്ള വ്യക്തികളോ ഇവരൊന്നും നിങ്ങൾക്ക് പകരം വയ്ക്കാനാവുന്നതല്ല എന്നുള്ളൊരു റിയലൈസേഷനിലൂടെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാര്യം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തിയെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇമോഷണൽ ഡാമേജ് വരുത്തുന്നുണ്ടെങ്കിൽ കൂടിയും ഏറ്റവും കൂടുതൽ ഈ ഒരു തേർഡ് പാർട്ടി ഒരു പക്ഷേ നശിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു മെൻ്റലി ആയിക്കോട്ടെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവുന്നത് നിങ്ങളെ തന്നെയാണ്. കാരണം നിങ്ങൾ എത്രത്തോളം സഫർ ചെയ്യുന്നതായിട്ട് തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ഊണും ഉറക്കവും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇവർക്ക് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പിലാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു പേഴ്സൺ സത്യം മനസ്സിലാക്കി തിരിച്ചു വരും എന്നുള്ള ഒരു എനർജിയിൽ തന്നെയാണ് നിങ്ങളുടെ ഒരു ഫീലിംഗ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ചില റീഡിങ്സിലൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്, ഇല്ല ഞാൻ കാത്തിരിക്കുന്നൊന്നുമില്ല, എനിക്ക് അങ്ങനെ അവർ തിരിച്ചു വരണമെന്നുമില്ല, പക്ഷേ അവരുടെ ഒരു സ്റ്റേറ്റസ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ
തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ റീഡിംഗ് ആണിത്. നിങ്ങളുടെ മനസ്സിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു പേഴ്സൺ തിരികെ വരും എന്ന് മനസ്സിലാക്കും എന്ന് തന്നെ നിങ്ങൾ കരുതുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങൾ അത്രത്തോളം എന്താ പറയുക, വളരെയധികം ഡീപ്പായിട്ട് നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ മാപ്പ് കൊടുക്കാൻ പോലും തയ്യാറായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞു പോയ ഈ നാളുകൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരെ ഈ ഒരു പേഴ്സൺ അനുഭവിക്കേണ്ടുന്ന കർമ്മകൾ, അല്ലാന്നുണ്ടെങ്കിൽ അവർ കടന്നു പോകേണ്ടുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയെ കൂടി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയും കൂടി അവരുടെ ലൈഫിൽ ഉണ്ടാവേണ്ടുന്ന ആവശ്യകതയുണ്ട്. എങ്കിൽ മാത്രമേ അവരുടെ ആ ഒരു സൈക്കിൾ പൂർത്തിയാവൂ എന്നുള്ളതാണ്. അപ്പോൾ തേർഡ് പാർട്ടി ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്നുള്ളൊരു ഫാക്ടറും കൂടി അവിടെ വന്നിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി അകറ്റാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളോ തന്നെയാണ് അപ്പുറത്തുള്ളത്. ഒരു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ വിട്ടു തരില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കസ്റ്റഡിയിൽ തന്നെ ഈ ഒരു പേഴ്സൺ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് അവരുടെ കർമാസ് അനുഭവിക്കേണ്ടുന്ന ഒരു സമയം തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു സൈക്കിൾ, ഒരു പക്ഷേ അവരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആയിരിക്കും ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം തന്നെ അനുഭവിച്ച് തീർക്കണം എന്നാണ് ചിലപ്പോൾ വിധി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിടയിൽ ആ ഒരു തേർഡ് പാർട്ടി ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു ഘട്ടം എത്തിയപ്പോൾ അത് ചിലപ്പോൾ ശക്തി പ്രാപിച്ചിട്ടുണ്ടാവുന്നത് ഈ ഒരു സിറ്റുവേഷന് വേണ്ടി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയോടൊപ്പമുള്ള ആ ഒരു സൈക്കിൾ അവരുടെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളുടെ പേഴ്സൺ ഇത്തരത്തിൽ നിങ്ങൾ ഉപേക്ഷിച്ച് മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് തളരാതെ പിടിച്ചു നിൽക്കുന്ന ആൾക്കാരാണെന്നറിയാം. എങ്കിൽ പോലും പറയാണ്, കംപ്ലീറ്റ്ലി ആ ഒരു പേഴ്സൺ എന്നേക്കും അവരുടേതാണ് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് വേണ്ട. തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആവാറായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ പുകച്ച് പുറത്ത് ചാടിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഒരു പേഴ്സണെ ആ ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ ഒരു പിടിയിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കുന്നത് ആ വ്യക്തികൾ തന്നെയാണ്. കാരണം അത്രത്തോളം അവർ ഈ ഒരു പേഴ്സണെ ടോർച്ചർ ചെയ്യുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം അനുഭവിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അവർക്ക് ഒരുപാട് നാളുകളൊന്നും പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. എന്തിൻ്റെ പേരിലാണ് അവരവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ സമ്മതിക്കാത്തതെങ്കിലും ആ ഒരു ബാരിയർ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ അഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനഴിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതും ആ ഒരു വ്യക്തികൾ തന്നെയാണ്. കാരണം അവരുടെ ആ ഒരു പിടിമുറുക്കം, അല്ലെന്നുണ്ടെങ്കിൽ അവർ എത്രത്തോളം ഈ ഒരു പേഴ്സണെ വരിഞ്ഞു മുറുകും തോറും അവർക്ക് ആ വ്യക്തിക്ക് കൂടുതലായിട്ട് അതിൽ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള ടെൻഡൻസി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ കാര്യങ്ങളെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു ഡേനെ കുറിച്ച് തന്നെയാണ് ഇവിടെ ഈ ഒരു പേഴ്സൺ ആലോചിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു നല്ല നാളെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വപ്നം കാണുന്നത്. കാരണം അല്ലാതെ അവർക്ക് മറ്റൊന്നും അവരുടെ ലൈഫിലില്ല. അത്രത്തോളം അവർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ മടുത്തിരിക്കുന്നൊരവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൂടെ നിങ്ങളുടെ പേഴ്സൺ പോയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം, ചിലവർക്ക് വർഷങ്ങളായിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ടാവാം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ സമയമെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരികെ എത്താറായിരിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. കാരണം അത്രത്തോളം ആ ഒരു എനർജി വളരെ ശക്തമായിട്ട് നിൽക്കുന്നത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരാണെന്നുണ്ടെങ്കിൽ വളരെ പാഷനേറ്റ് ആയിട്ടാണ് നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണുന്നത്. ഒരുതരം ആവേശം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ഡീപ്ലി അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ട്. അപ്പോൾ നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണെയും തമ്മിൽ തേർഡ് പാർട്ടി അകറ്റിയത് ഏത് മാർഗം ഉപയോഗിച്ചാണെന്നുണ്ടെങ്കിലും, ഞാൻ പറഞ്ഞതുപോലെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇവരെ ഭയപ്പെടുത്തിയോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു തനിനിറം ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപക്ഷെ ആദ്യകാലങ്ങളിൽ ഈ ഒരു തേർഡ് പാർട്ടി അത്രത്തോളം ഒരു സെൻറ്റി ആയിട്ടല്ല, എന്നുണ്ടെങ്കിൽ എന്താ പറയുക, അത്രത്തോളം സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഭരിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ നിന്നിട്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണെ അവരിലേക്ക് ആക്കിക്കൊണ്ടുപോയത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും എന്താണ് ഇവർ, ഈ ഒരു വ്യക്തിയുടെ ട്രൂ കളർ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് നാളുകൾ അവിടെ നിൽക്കില്ല എന്നുള്ളത് നമുക്ക് വളരെ അഷുറൻസ് ആയിട്ട് തന്നെ പറയാൻ സാധിക്കും. അപ്പോൾ ഈ പറയുന്ന തേർഡ് പാർട്ടിക്ക് ആയാലും അല്ലെങ്കിൽ മറ്റാർക്കാണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ എത്ര ഹോൾഡ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരിപ്പോൾ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ അവർ മനസ്സ് കൊടുക്കുന്നത് അവരുടെ മനസാക്ഷിക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇന്നർ വോയിസ് തന്നെയാണ് അവരിപ്പോൾ ശ്രദ്ധിക്കുന്നത്. അവരുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോരാൻ വേണ്ടി തന്നെയാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങി പോരാൻ തന്നെയാണ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പും എന്തായിരുന്നു എന്നിവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിൽ തന്നെ അവർ ചെവി കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു സ്പ്രെഡിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ആ ഒരു മൂൺ കാർഡ്, അതായത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഇടയിൽ നിങ്ങളുടെ പേഴ്സൺ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണത്. അത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിനെ അവരെ താറുമാറാക്കി അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സിനെ ആകെ നശിപ്പിച്ചൊരവസ്ഥ തന്നെയാണ്. അപ്പോൾ അതിന് താഴെയായിട്ട് വന്നിരിക്കുന്നത് തന്നെ ഒരു വേൾഡ് കാർഡാണ്. ആ ഒരു സൈക്കിൾ എൻഡ് ആവുന്നു. തീർച്ചയായിട്ടും ആ ഒരു സൈക്കിൾ എൻഡ് ആവുന്നതിൻ്റെ ലക്ഷണമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ വീണ്ടും ആ ഒരു ഫുൾ കാർഡാണ്. അതായത് വീണ്ടും ഒന്നേ എന്ന് പറഞ്ഞ് തുടങ്ങാനായിട്ട് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അടുത്താണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി കട്ടായി പോയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. കാരണം അത്രത്തോളം ഈ ഒരു തേർഡ് പാർട്ടി ഇവരെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലും ചിലപ്പോൾ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും സമ്മതിച്ചിട്ടുണ്ടാവണമെന്നില്ല. പിന്നെ കുറച്ച് വ്യക്തികൾ കാണുന്നുണ്ടെങ്കിൽ പോലും അവർ കാണാതെ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തെങ്കിലേ ഉള്ളൂ. അപ്പോൾ പൂർണ്ണമായിട്ടും പോവാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു നോ കോൺടാക്ട് സിറ്റുവേഷനിലൂടെ തന്നെ ആയിരിക്കണം ഇതുവരെ കടന്നു പോയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെയും ആ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ഡെഡായി എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും മനസ്സിലാക്കുക, അതിനൊരു റീബർത്ത് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പ് പൂർവാധികം ശക്തമായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു നേരത്തായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ടാവുന്നത്. അപ്പോൾ ചിലർക്കെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു സൂചന യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ടാവാം. ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും അവർ എന്നിലേക്ക് വരാൻ പോവുകയാണോ, ആ ഒരു പേഴ്സൺ എൻ്റെ അടുത്ത് എത്താറായോ എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇൻകംപ്ലീറ്റ് ആണ്. അതുപോലെ തന്നെ അവരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും ഇൻകംപ്ലീറ്റ് ആണ്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കംപ്ലീഷൻ വരണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും യോജിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ പോകണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പഴയ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച രീതിയിൽ തന്നെ മുൻപോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ആ ഒരു ഡിവൈൻ്റെ തീരുമാനം. അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തീർച്ചയായിട്ടും എൻഡ് ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഡെക്കിൽ കാണുന്നത് പോലെ തന്നെ ആദ്യം നിങ്ങൾക്കൊന്നും തരാത്തൊരവസ്ഥയാണ്, അല്ലെങ്കിൽ എല്ലാം മറ്റൊരു സ്ഥലത്തേക്കാണ് ഒരു ഫ്ലോ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ എല്ലാം നിങ്ങൾക്ക് തരുന്നൊരവസ്ഥയിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു നിറഞ്ഞ സ്നേഹം നിങ്ങൾക്ക് മാത്രം കൈമാറാനായിട്ടാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഇത്തരത്തിലാണ്. നിങ്ങൾക്ക് യാതൊരു പരിഗണനയും തരാതെ ഒരിക്കൽ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു പേഴ്സണിന് വേണ്ടി ഇപ്പോഴും എല്ലാ പ്രതീക്ഷയോടുകൂടിയും ഇത്ര അനുഭവിച്ചിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇവർക്ക് ആരോടാണ് കൂടുതൽ സ്നേഹം, നിങ്ങളോടോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോടോ എന്നുള്ളൊരു ചോദ്യം പോലും തീർത്തും അപ്രസക്തമാണ്. അവരോട് സ്നേഹം എന്നുള്ളൊരു വികാരത്തിനേക്കാൾ ഉപരിയായിട്ട് ആ ഒരു പേഴ്സൺ ആ ഒരു സിറ്റുവേഷനെയും അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെയും ഉള്ളുകൊണ്ട് വെറുക്കുകയാണ്. ഏതെങ്കിലും ഒരു പ്രേരണയുടെ പേരിൽ അവിടെ നിൽക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ബ്ലാക്ക്മെയിൽ ചെയ്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പോലും നിൽക്കുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ കാണുമ്പോൾ ഒരു സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മൈൻഡിനുള്ളിൽ അത്രത്തോളം ഒരു ദേഷ്യം ഈ ഒരു പേഴ്സണോടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ അവർ അത്രത്തോളം വെറുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം അത്രത്തോളം വിസിബിളാണ്. കാരണം എല്ലാവർക്കും തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവണം എന്നില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവുന്ന വ്യക്തികൾ കുറച്ച് പേര് കാണും. അപ്പോൾ അതിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ പേഴ്സണും കടന്നു പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്, ഇങ്ങനെയൊക്കെയുള്ളൊരു എനർജിയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അത്രത്തോളം ഇവിടെ വിസിബിളായിട്ട് വന്നതുകൊണ്ട് തന്നെ ക്ലൂസ് എടുക്കുന്ന ആവശ്യം നമുക്കിവിടെ വരുന്നില്ല. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ്. ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സുകൊണ്ട് അവർ നിങ്ങളുടെ ഒപ്പമാണ് എന്ന് തന്നെ നമുക്ക് പറയാം, ഫിസിക്കലി ഇല്ല എന്നേ ഉള്ളൂ. അപ്പോൾ അത്രത്തോളം ആ ഒരു പേഴ്സൻ്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു സ്പ്രെഡ് തന്നെയാണത്. അപ്പോൾ നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.